പശ്ചിമേഷ്യയെ വീണ്ടും ഒരു സമ്പൂർണ്ണ യുദ്ധത്തിന്റെ നിഴലിലേക്ക് തള്ളിവിട്ടുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ ലെബനൻ വിഷയത്തിൽ നടത്തിയ നിർണായക ചർച്ചകൾ പരാജയപ്പെട്ടു. ലെബനനിലെ സൈനിക പിന്മാറ്റവും വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആവശ്യങ്ങളിൽ ഇരു നേതാക്കൾക്കും ഒരു ധാരണയിലെത്താൻ സാധിക്കാതെ വന്നതോടെ മേഖലയിലെ സമാധാന ശ്രമങ്ങൾ പൂർണ്ണമായും വഴിമുട്ടിയിരിക്കുകയാണ്. ഇതിന് തൊട്ടു പിന്നാലെ ഇതൊരു തമാശയല്ല, ശത്രുക്കളെ ഒന്നടങ്കം തകർത്തെറിയുമെന്ന ഇറാന്റെ കടുത്ത ഭീഷണിയും അന്താരാഷ്ട്ര സമൂഹത്തെ വലിയ തോതിൽ ഞെട്ടിച്ചിട്ടുണ്ട്. അമേരിക്കയിലെ ഭരണമാറ്റത്തിന് ശേഷം പശ്ചിമേഷ്യൻ പ്രതിസന്ധി പരിഹരിക്കാൻ ഡൊണാൾഡ് ട്രംപ് നേരിട്ട് ഇടപെട്ടെങ്കിലും ഇസ്രയേലിന്റെ കടുത്ത വാശിയാണ് ചർച്ചകൾ പൊളിയാൻ പ്രധാന കാരണമായതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ലെബനൻ അതിർത്തിയിൽ നിന്നും തങ്ങളുടെ സൈന്യത്തെ പൂർണ്ണമായി പിൻവലിക്കണമെന്ന അന്താരാഷ്ട്ര നിർദ്ദേശങ്ങളെ നെതന്യാഹു കടുത്ത ഭാഷയിൽ എതിർത്തു. വാഷിംഗ്ടണും ടെൽ അവീവും തമ്മിലുള്ള ഈ ഭിന്നത രഹസ്യമായതോടെയാണ് പശ്ചിമേഷ്യയിലെ തങ്ങളുടെ സഖ്യകക്ഷികളെ സംരക്ഷിക്കാൻ ഇറാൻ പരസ്യമായ യുദ്ധപ്രഖ്യാപനവുമായി രംഗത്തെത്തിയത്. ഇറാന്റെ പുതിയ സൈനിക നേതൃത്വം പുറപ്പെടുവിപ്പിച്ച പ്രസ്താവന കേവലം നയതന്ത്രപരമായ ഒരു മുന്നറിയിപ്പ് മാത്രമല്ല, മറിച്ച് ഇസ്രയേലിനെതിരെ ഒരു വലിയ സൈനിക നീക്കത്തിനുള്ള തയ്യാറെടുപ്പായാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. ലെബനന്റെ പരമാധികാരത്തിനുമേൽ ഇസ്രയേൽ നടത്തുന്ന കടന്നുകയറ്റങ്ങൾ ഇനി അനുവദിക്കില്ലെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് തലവന്മാർ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ട്രംപിന്റെ നയതന്ത്ര നീക്കങ്ങൾ വെറും നാടകമാണെന്നും ഇസ്രയേലിന് കൂടുതൽ സമയം അനുവദിക്കാനുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ തന്ത്രമാണിതെന്നും ഇറാൻ ആരോപിക്കുന്നുണ്ട്. ഇറാൻ പിന്തുണയ്ക്കുന്ന പ്രതിരോധ അച്ചുതണ്ടിലെ പ്രമുഖ ശക്തിയായ ഹിസ്ബുള്ള ഇതിനോടകം തന്നെ ഇസ്രയേലിന് നേരെ തങ്ങളുടെ ആക്രമണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള ചർച്ചകൾ പരാജയപ്പെട്ടത് ഹിസ്ബുള്ളയ്ക്കും തങ്ങളുടെ പോരാട്ടം തുടരാനുള്ള ആത്മവിശ്വാസം നൽകുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ചകളുടെ പരാജയം വലിയൊരു നയതന്ത്ര തിരിച്ചടിയാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധങ്ങൾ അവസാനിപ്പിക്കുമെന്ന വലിയ വാഗ്ദാനങ്ങളോടെയാണ് ട്രംപ് അധികാരമേറ്റതെങ്കിലും നെതന്യാഹുവിനെ നിയന്ത്രിക്കാൻ സാധിക്കാത്തത് അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചിരിക്കുന്നു. പശ്ചിമേഷ്യയിലെ യുദ്ധങ്ങൾ അവസാനിപ്പിക്കുമെന്ന വലിയ വാഗ്ദാനങ്ങളോടെയാണ് ട്രംപ് അധികാരമേറ്റതെങ്കിലും നെതന്യാഹുവിനെ നിയന്ത്രിക്കാൻ സാധിക്കാത്തത് അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചിരിക്കുന്നു. ഇസ്രയേലിനുള്ളിൽ തന്നെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ജനരോഷം ശക്തമാവുകയാണ്. നീണ്ടുപോകുന്ന യുദ്ധങ്ങളും കനത്ത സാമ്പത്തിക പ്രതിസന്ധിയും ഇസ്രയേൽ ജനതയെ വലയ്ക്കുമ്പോഴും യുദ്ധം നിർത്താൻ നെതന്യാഹു തയ്യാറാകാത്തത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടിയാണെന്ന ആക്ഷേപവും ശക്തമാണ്. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പുതിയ ഭീഷണികൾ വെറും വാക്കുകളല്ലെന്ന് ഇസ്രയേൽ പ്രതിരോധ സേനയ്ക്ക് കൃത്യമായി അറിയാം. മുൻപ് ഇസ്രയേലിന് നേരെ ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾ ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിനെ പോലും അമ്പരപ്പിച്ചിരുന്നു. മേഖലയിലെ മറ്റ് അറബ് രാജ്യങ്ങളും ഈ സംഭവ വികാസങ്ങളെ അതീവ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. യുദ്ധം ലെബനനിൽ നിന്നും സിറിയയിലേക്കും മറ്റ് അയൽ രാജ്യങ്ങളിലേക്കും പടർന്നാൽ അത് ആഗോളതലത്തിൽ വലിയൊരു പ്രതിസന്ധിക്ക് കാരണമാകും. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തുടങ്ങിയ രാജ്യങ്ങൾ സമാധാനം പുനഃസ്ഥാപിക്കാൻ അണിയറയിൽ ശ്രമിക്കുന്നുണ്ടെങ്കിലും വൻ ശക്തികളുടെ കടുത്ത നിലപാടുകൾ കാരണം ഈ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുകയാണ്. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില വീണ്ടും കുതിച്ചുയരാൻ ഈ പുതിയ യുദ്ധഭീതി കാരണമായിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള എണ്ണക്കപ്പലുകളുടെ ഗതാഗതം തടസ്സപ്പെടുത്തുമെന്ന ഇറാന്റെ മുൻകാല ഭീഷണികൾ നിലനിൽക്കുന്നതിനാൽ ആഗോള സമ്പദ് വ്യവസ്ഥ വലിയൊരു പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നത്. ചൈനയും റഷ്യയും ഈ വിഷയത്തിൽ ഇറാന് നൽകുന്ന പിന്തുണയും ശ്രദ്ധേയമാണ്. പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഏകപക്ഷീയമായ സൈനിക നീക്കങ്ങളെ തടയാൻ ചൈന നയതന്ത്ര തലത്തിൽ ശക്തമായി ഇടപെടുന്നുണ്ട്. റഷ്യ ആകട്ടെ ഇറാന് കൂടുതൽ സൈനിക സാങ്കേതിക വിദ്യകൾ കൈമാറാൻ തയ്യാറാണെന്ന സൂചനകളും നൽകി കഴിഞ്ഞു. ലെബനനിലെ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനയ്ക്ക് നേരെയും ഇസ്രയേൽ നിരന്തരം ആക്രമണങ്ങൾ നടത്തുന്നുണ്ടെന്ന ആരോപണം ആഗോളതലത്തിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഇസ്രയേലിന്റെ ഈ മുന്നേറ്റങ്ങൾക്ക് അമേരിക്ക നൽകുന്ന അന്ധമായ പിന്തുണയാണ് ഇറാന്റെ പുതിയ പ്രകോപനത്തിന് ആധാരമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഞങ്ങൾ ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല, എന്നാൽ ഞങ്ങളുടെ സഖ്യകക്ഷികളെ തകർക്കാൻ നോക്കിയാൽ ഞങ്ങൾ നോക്കി നിൽക്കില്ല എന്ന ഇറാന്റെ പുതിയ നിലപാട് വ്യക്തമാക്കുന്നത് പശ്ചിമേഷ്യൻ സമവാക്യങ്ങൾ പൂർണ്ണമായി മാറിയിരിക്കുന്നുവെന്നാണ്. ട്രംപ് വിചാരിച്ചാൽ മാത്രം ഇനി പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യം അമേരിക്കൻ ഭരണകൂടവും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ട്രംപ് നെതന്യാഹു ചർച്ചകളുടെ പരാജയവും അതിന് പിന്നാലെയുള്ള ഇറാന്റെ കടുത്ത യുദ്ധ മുന്നറിയിപ്പും പശ്ചിമേഷ്യയെ ഒരു വലിയ അഗ്നിപർവ്വതത്തിന് മുകളിലാണ് എത്തിച്ചിരിക്കുന്നത്. ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന രീതിയിൽ അന്തരീക്ഷം പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
നയതന്ത്രത്തിന്റെ വാതിലുകൾ പൂർണ്ണമായി മടയുകയും സൈനിക ശക്തിയുടെ പ്രയോഗം മാത്രം ചർച്ചയാവുകയും ചെയ്യുന്ന ഈ ഘട്ടത്തിൽ ലോകം ഉറ്റുനോക്കുന്നത് പശ്ചിമേഷ്യയിലെ ചോരപ്പുഴകൾക്ക് എന്ന് അറുതി വരുമെന്നാണ്.